ഹായ്, ഏറെ രസകരമായ പാൻ ഇന്ത്യൻ ചലച്ചിത്രം മിറായ് കാർത്തിക് ഘട്ടംനേനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി തേജ നായകനായെത്തിയ ചലച്ചിത്രം ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. ചലച്ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ ചലച്ചിത്രത്തിന്റെ രസകരമായ കഥയൊന്ന് കേട്ടു നോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 2032 BCEയിൽ കലിംഗ യുദ്ധം അരങ്ങേറുന്ന സമയം. കലിംഗ യുദ്ധത്തിൽ അശോക ചക്രവർത്തി വിജയിച്ചു. പക്ഷേ യുദ്ധാവസാനം അശോക ചക്രവർത്തിയെ ഒന്ന് വലിയ തോതിൽ പിടികൂടി. അത് പശ്ചാത്താപമായിരുന്നു. പശ്ചാത്താപത്തിൽ ആണ്ടുപോയ അദ്ദേഹം തന്റെ ശക്തികൾ മുഴുവനായും ശരീരത്തിൽ നിന്ന് വേർപിരിച്ച് 9 ഗ്രന്ഥങ്ങളിലേക്ക് ആവാഹിച്ചു. ശക്തിയാർജിച്ച 8 ഗ്രന്ഥങ്ങൾ 8 പോരാളികൾക്ക് കൈമാറി. ഏറ്റവും അമൂല്യമായ ഗ്രന്ഥമായ അമരത്വത്തിന്റെ രഹസ്യമടങ്ങിയ ശക്തിയാർജിച്ച അമരഗ്രന്ഥം ഒരു യോഗീവര്യന് കൊടുത്തു. ആ ഗ്രന്ഥങ്ങൾ അവരോട് സൂക്ഷിക്കുവാനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും അശോക ചക്രവർത്തി ഉത്തരവിട്ടു. കാലങ്ങൾ കടന്നുപോന്നു. ഗ്രന്ഥം കിട്ടിയ ഓരോരുത്തരുടെയും തലമുറകളിലെ നേതാക്കൾ, അവർ തിരഞ്ഞെടുത്തവർ അങ്ങനെ ആ ഗ്രന്ഥം സംരക്ഷിച്ചു പോന്നു. എല്ലാ ശക്തി കേന്ദ്രങ്ങളും അടങ്ങിയ ആ ഗ്രന്ഥങ്ങൾ സ്വന്തമാക്കാൻ ഗ്രീക്കുകാരും പോർച്ചുഗീസുകാരും എന്തിനേറെ ഹിറ്റ്ലർ വരെ അന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേ ആർക്കും തന്നെ ആ ഗ്രന്ഥങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല. പക്ഷേ നിലവിൽ ഒരു ദുഷ്ടശക്തി ഉടലെടുത്തിരിക്കുന്നു. ആ ദുഷ്ടശക്തി ആ ഗ്രന്ഥങ്ങൾക്ക് പിറകെയാണ്. കഥ അവിടെ നിന്നും വർഷം 2000-ലേക്ക് എത്തുന്നു. നിലവിൽ അമരഗ്രന്ഥത്തിന്റെ അധിപയായിട്ടുള്ളത്, സംരക്ഷകയായിട്ടുള്ളത് അംബിക ആശ്രമത്തിലെ അംബിക പ്രജാപതി എന്ന ലേഡിയാണ്. അംബികയ്ക്ക്, സന്യാസിനിയായ അംബികയ്ക്ക് നിരവധി കഴിവുകളുണ്ട്. അതിലൊന്ന് ഭാവി മുൻകൂട്ടി കാണാനാകുമെന്നതാണ്. ധ്യാനത്തിലായിരുന്ന അംബിക അന്ന് വരാൻ പോകുന്ന ആപത്തുകളെ പറ്റി കണ്ടു. ഗ്രന്ഥങ്ങൾക്കുമേൽ വലിയ ഭീഷണി ഉയർന്നു വരുന്നു. ഉടൻ തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും സൂക്ഷിക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് അംബിക സന്ദേശം അയച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള നിലവിൽ ഗ്രന്ഥം സൂക്ഷിക്കുന്ന തലവന്മാർ അങ്ങനെ അംബികയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വരാൻ പോകുന്ന ആപത്തിനെ പറ്റി അംബിക അവരെ വാൺ ചെയ്തു. പക്ഷേ അവരാരും ആ പ്രവചനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തങ്ങൾക്കൊക്കെ വലിയ സൈന്യമുണ്ടെന്നും എന്തു വില കൊടുത്തും ഗ്രന്ഥം സംരക്ഷിക്കും എന്നായിരുന്നു ഓരോ ലീഡേഴ്സും പറഞ്ഞത്. അവരൊക്കെ തിരികെ പോവുകയും ചെയ്തു. അവർ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് അംബികയ്ക്ക് അറിയാമായിരുന്നു. കൃത്യമായ ഉത്തരം തേടി, അതിനുള്ള പരിഹാരം തേടി അംബികാശ്രമത്തെ അവിടുത്തെ മുതിർന്ന സന്യാസിയെ ഏൽപ്പിച്ച് അംബിക ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു. കൈലാസത്തിൽ താമസിക്കുന്ന അമരത്വമുള്ള അഗസ്ത്യ മുനിയെ കണ്ട് അംബികയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. നിറഗർഭിണിയായ അംബിക അഗസ്ത്യമുനിയെ കാണുവാൻ കഷ്ടതകൾ താണ്ടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ തളർന്നു വീഴുന്നൊരിടത്ത് അഗസ്ത്യമുനി തന്നെ അംബികയുടെ രക്ഷയ്ക്കെത്തി. അഗസ്ത്യമുനിയുമായി അവിടുത്തെ ഒരു ഗുഹയിലിരുന്ന് അംബിക സംസാരിച്ചു. വരാൻ പോകുന്ന കാര്യങ്ങൾ അഗസ്ത്യമുനി തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. അഗസ്ത്യമുനി അംബികയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. ഒരേ ഒരു പരിഹാരം ത്യാഗമാണ്. അംബിക പിറക്കാൻ പോകുന്ന അംബികയുടെ കുഞ്ഞിനെ ത്യാഗം ചെയ്യണം, ഒരിടത്ത് ഉപേക്ഷിക്കണം. ജീവിതത്തിലെ കഷ്ടതകളും നേരിടേണ്ടുന്ന പ്രതിസന്ധികളെയും ഒക്കെ താണ്ടി ആ കുഞ്ഞ് വളർന്നു വരണം. അവനായിരിക്കും വരാൻ പോകുന്ന ആപത്തിന് തടയിടുക. ഏറെ വേദനയോടെയാണെങ്കിലും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കു വേണ്ടി അംബിക ആ വലിയ തീരുമാനമെടുത്തു. ജനിച്ചു വീഴുന്ന തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുക. വാരണാസിയിലെ ഗംഗാ നദിയോട് ചേർന്ന് ഒരു ശിവലിംഗത്തിന് സമീപം അംബിക പ്രാർത്ഥനകളോടെ തന്റെ മകനെ ഉപേക്ഷിച്ചു. വേദയെന്ന അംബിക അവന് പേരുമിട്ടിരുന്നു. പിന്നാലെ അവിടെ നിന്ന് പുറപ്പെട്ട അംബിക തന്റെ കയ്യിലുള്ള അമരത്വത്തിന്റെ ഗ്രന്ഥമായ അമരഗ്രന്ഥം സുരക്ഷിതമായ ഒരിടത്ത് വെച്ചു. അന്ന് ഗ്രന്ഥം വെക്കുവാൻ അംബികാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട അംബികയെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല. വർഷം 2025 അംബികാശ്രമം. അവിടെ സന്യാസി വര്യയായ വിഭയുണ്ടായിരുന്നു. വിഭയെ അവിടുത്തെ യോഗീവര്യം വിളിച്ചു. അംബിക പ്രവചിച്ച പോലെ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ദുഷ്ടശക്തികളായ ബ്ലാക്ക് സ്വോർഡ് ഇതുവരെ 6 ഗ്രന്ഥങ്ങൾ കരസ്ഥമാക്കിയെന്നും വൈകാതെ അവർ അമരഗ്രന്ഥവും തേടിയെത്തും എന്ന് യോഗീവര്യൻ പറഞ്ഞു. യോദ്ധാവിനെ കണ്ടെത്താൻ സമയമായിരിക്കുന്നു. അതിന് പുറപ്പെടാൻ യോഗീവര്യൻ വിഭയ്ക്ക് നിർദ്ദേശം നൽകി. ബ്ലാക്ക് സ്വോർഡ് എന്ന പേരുള്ള ഒരു സംഘമാണ് എല്ലാ ഗ്രന്ഥങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലീഡറാകട്ടെ മഹാബീർ ലാമയെന്ന ഏറെ ദുഷ്ടതകളുള്ള ഒരു വ്യക്തിയാണ്. ലാമയുടെ കയ്യിൽ നിന്നും അമരഗ്രന്ഥം അകപ്പെടാതെ മനുഷ്യകുലത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കേ പറ്റൂ. അത് അംബികയുടെ മകനാണ്. യോദ്ധാവായ അംബികയുടെ മകൻ. അവനാണ് മിറായ് എന്ന ആയുധം കരസ്ഥമാക്കേണ്ടത്. ആ ആയുധത്തിലൂടെ മാത്രമേ മഹാബീർ ലാമയെ തടയാൻ സാധിക്കുകയുള്ളൂ. അംബികയുടെ മകനെ യോദ്ധാവായ അംബിക പ്രവചിച്ചിട്ടുള്ള വേദ പ്രജാപതിയെ കണ്ടെത്താൻ അതോടെ വിഭ പുറപ്പെട്ടു. വിഭ ആദ്യം വാരണാസിയിലെത്തി. അനാഥരായി ഉപേക്ഷിക്കപ്പെട്ടവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തിരഞ്ഞു. ഒരു കോൺസ്റ്റബിളിൽ നിന്ന് വേദയെപ്പറ്റി വിവരം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അയാൾ പണം ചോദിച്ചു. ഹിപ്നോസിസിലൂടെ ഒരാളുടെ മനസ്സ് വായിക്കാൻ
കഴിവുള്ള വിഭ പണം കൊടുക്കാതെ തന്നെ അയാളിൽ നിന്നും ആ അഡ്രസ് മനസ്സിലാക്കി. പിന്നാലെ വേദയെ ആദ്യമായി വളർത്തിയ ഒരു യോഗി വര്യനെ അംബിക ചെന്നു കണ്ടു. താനായിരുന്നു അവന്റെ കുറേയധികം വയസ്സുവരെ അവനെ വളർത്തിയതെന്നും ഒരു രാത്രിയിൽ നക്ഷത്രം നോക്കിക്കിടന്ന അവൻ നക്ഷത്രം എന്നോട് കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ പറയുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയെന്നും പറഞ്ഞു. വേദ അവിടെ നിന്ന് പോയത് കൊൽക്കത്തയിലേക്കായിരുന്നു. തന്റെ കഴിവുകൾ ഉപയോഗിച്ച് വിഭ കൊൽക്കത്തയിലെത്തി. അവിടെയും ആളുകളിൽ നിന്ന് മനസ്സു വായിച്ചും അല്ലാതെയും വേദയെപ്പറ്റി തിരഞ്ഞു. കൊൽക്കത്ത തെരുവിൽ വളർന്ന വേദയെപ്പറ്റി അവന്റെ ഒരു സുഹൃത്തിൽ നിന്ന് വിഭ ചോദിച്ചറിഞ്ഞു. കൽക്കരി മോഷണവും ഒക്കെയായി അവിടെ കുറേയധികം നാൾ ആ വ്യക്തിക്കൊപ്പം വേദ ജീവിച്ചിരുന്നു. പിന്നീട് ഒരിക്കൽ ആകാശം നോക്കിക്കിടന്ന അവൻ നക്ഷത്രം തന്നോട് തെക്കോട്ട് പോകാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പോയി എന്ന് വിഭയ്ക്കടുത്ത് പറഞ്ഞു. വിഭ അവിടെ നിന്നും ഹൈദരാബാദിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം കഥ വേദയിലേക്ക് തിരിയുന്നു. ഹൈദരാബാദിലായിരുന്ന വേദ നിലവിലിപ്പോൾ ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അന്ന് വേദയുമായി പ്രശ്നമുണ്ടാക്കാൻ ഒരു സംഘം ഗുണ്ടകൾ എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു. കഞ്ചാവ് വിൽക്കുന്ന ഗുണ്ടകളുടെ ഇടം കള്ള കഞ്ചാവ് സൃഷ്ടിച്ച് വേദ പിടിച്ചെടുക്കുന്നു. അവന്മാരുടെ ഒറിജിനൽ കഞ്ചാവടക്കം വേദയുടെ പക്കലുണ്ട്. അന്ന് അവിടെ ഒരു ഫൈറ്റ് അരങ്ങേറി. ഫൈറ്റിനിടയിൽ കഞ്ചാവ് മുഴുവൻ തീപിടിച്ച് കത്തിയെരിഞ്ഞു. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ പോലീസുകാർ ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഏവരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരുന്നു. ആ സമയത്തായിരുന്നു വേദയെ അന്വേഷിച്ച് വിഭ അങ്ങോട്ടേക്ക് എത്തുന്നത്. വിഭ വേദയെ ആദ്യമായി നോക്കി കണ്ടു. പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തിയ വിഭ വേദയെയും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തവരെയും പുറത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. മനസ്സ് വായിക്കാൻ പറ്റുന്ന അവൾ പോലീസിന്റെ മനസ്സ് വായിച്ച് അവരെ അറസ്റ്റ് ചെയ്തത് ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിനല്ല. കഞ്ചാവായ തൊണ്ടി മുതൽ മുഴുവൻ കത്തിപ്പോയതുകൊണ്ട് മറ്റു തെളിവുമില്ലെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞ് അവരെ മോചിപ്പിച്ചു. SI പേടിത്തൊണ്ടനായതുകൊണ്ടായിരുന്നു അതൊക്കെ സാധിച്ചതും. അന്നവരെ പുറത്തിറക്കിയ വിഭയെ അതിശയത്തോടെയായിരുന്നു വേദയും മറ്റുള്ളവരും നോക്കിയത്. അടുത്ത ദിവസം വിഭ വീണ്ടും വേദയുടെ മുമ്പിലെത്തി. എന്താ വന്നതെന്ന് വേദ ചോദിച്ചു. വാരണാസി മുതൽ അവനെ അന്വേഷിച്ച താൻ ഇവിടെ വരെ എത്തിയ കാര്യം വിഭ വേദയോട് പറഞ്ഞതും വേദ അതിശയത്തോടെ വിഭയെ നോക്കി. അങ്ങനെ അന്വേഷിച്ചു വരാൻ എന്താണുള്ളത് എന്നായിരുന്നു വേദയുടെ ചിന്ത. താൻ ലോണെടുത്ത് മുങ്ങിയിട്ടൊന്നുമില്ലല്ലോ എന്ന മട്ടിൽ അവൻ ആലോചിച്ചു. വേദ 9ാമത് ഗ്രന്ഥമായ അമരഗ്രന്ഥത്തിലേക്കുള്ള വഴികാട്ടിയാണെന്നും അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ മിറായി നീ കരസ്ഥമാക്കണം എന്നുമൊക്കെ വിഭ പറഞ്ഞപ്പോ വേദ വാവൊളിച്ചിരിക്കുകയായിരുന്നു. വേദയുടെ കൂട്ടുകാരനാകട്ടെ ബാഹുബലിയിലെ ഡയലോഗൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കുകയും ചെയ്തു. വേദയും അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. വിഭ ഉടൻ അവിടെ ഇരുന്ന ഒരു വസ്തുവെടുത്ത് വേദയ്ക്ക് നേരെ എറിഞ്ഞു. വേദ നൊടിയിടയിൽ അത് കയ്യിൽ പിടിച്ച് അപകടം തടഞ്ഞു. വിഭ പറഞ്ഞു, നിനക്കിത് എങ്ങനെ സാധിച്ചു? എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ എനിക്ക് സാധിക്കും, നിന്റെ മനസ്സോ ചിന്തകളോ വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിനർത്ഥം നീ അതീന്ദ്രിയ കഴിവുകളുള്ളവനാണെന്നാണ്. അവൾ അതൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ തള്ളാണെന്നായിരുന്നു വേദ ചിന്തിച്ചത്. മനസ്സ് വായിക്കാൻ പറ്റുമത്രേ, എങ്കിതേ ഇവന്റെ മനസ്സ് വായിച്ചേ എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ വേദ ചൂണ്ടിക്കാണിച്ചു. തലേ ദിവസം വേദ അവൻ കുറ്റം പറഞ്ഞ കാര്യങ്ങൾ അത്രയും അവന്റെ മനസ്സ് വായിച്ച് വിഭ പറയുകയാണ്. അതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞതും ഞെട്ടലോടെയായിരുന്നു ആ കൂട്ടുകാരൻ പ്രതികരിച്ചത്. പക്ഷേ തലേ ദിവസം വേദയറിയാതെ വേദയെ പ്രാഗിക്കൊണ്ടിരുന്ന കൂട്ടുകാരന്റെ കാര്യങ്ങൾ അറിഞ്ഞ് വേദ അവനുമായി വാക്കുതർക്കത്തിലായി. വിഭ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇതേ സമയം അങ്ങനെ സ്റ്റേഷനിൽ വന്ന് അവരെ ഇറക്കിക്കൊണ്ടുവന്ന് വിഭയെ ഫോളോ ചെയ്ത് പോലീസുകാരും വിഭയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. വിഭയെപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് ചിന്തിച്ച പോലീസുകാർ അവൾ താമസിക്കുന്നിടത്ത് ട്രാക്കർ വരെ സെറ്റ് ചെയ്തു. ഒരു വശത്ത് യോദ്ധാവിനെ കണ്ടെത്തിയെന്ന് ഗുരുകുലത്തിലേക്ക് വിഭ സന്ദേശം അയച്ചു. മറുവശത്താകട്ടെ ബ്ലാക്ക് സോഡിന്റെ അധിപൻ മഹാബീർ റാമ അടുത്ത ഗ്രന്ഥം കരസ്ഥമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അയാൾ ജപ്പാനിലെത്തി 7ാമത്തെ ഗ്രന്ഥം സൂക്ഷിക്കുന്നവരുമായി ഏറ്റുമുട്ടി തന്റെ കഴിവുകൾ കൊണ്ട് അവരെ പരാജയപ്പെടുത്തി 7ാമത്തെ ഗ്രന്ഥവും കരസ്ഥമാക്കിയെടുത്തു. അന്ന് രാത്രിയിൽ വേദ താൻ ആക്രിസാധനങ്ങൾ എടുക്കുന്ന ഒരു വൃദ്ധനെ സഹായിക്കാൻ പോയിരിക്കുകയായിരുന്നു. അയാൾക്കവൻ പണം കൊടുത്തു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിഭ വരുന്നത്. വിഭ വേദയോട് സംസാരിക്കാൻ തുടങ്ങിയതും നേരത്തെ പോലീസ് പിടിച്ച ഗുണ്ടാ തലവനയച്ച കുറച്ച് ഗുണ്ടകൾ വേദയെ എതിരിടാനെത്തി. അവർ വാള് വീശിയപ്പോ വിഭയുടെ കയ്യിൽ മുറിവുണ്ടായി. വിഭ തന്നെയായിരുന്നു വേദയും വിളിച്ച് അവിടെ നിന്ന് ഓടിയത്. ഒടുവിൽ ഒരിടത്ത് മറഞ്ഞു നിന്ന് അവർ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ വിഭയ്ക്കുമേൽ വേദയ്ക്ക് പ്രണയ താല്പര്യം തോന്നിയിരുന്നു. വിഭ പക്ഷെ അത് മനസ്സിലാക്കി പറഞ്ഞു, നിന്റെ താല്പര്യവും ഫീലിംഗ്സും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ നിന്റെ ചിന്തകൾ നീ മുമ്പോട്ട് കൊണ്ടുപോകരുത്. അതും പറഞ്ഞ് വിഭ അവിടുന്ന് പോയി. അന്നു മുതൽ വേദയുടെ ചിന്തകൾ മുഴുവൻ വിഭയെപ്പറ്റി മാത്രമായി. വേദയ്ക്ക് അവളോട് പ്രണയം തോന്നിയിരുന്നു. അടുത്ത ദിവസം വിഭയെ കാണുവാൻ വേദ പുറപ്പെട്ടു ചെന്നു. വിഭ താമസിച്ചിരുന്ന ഒരു വേശ്യാലയത്തിലായിരുന്നു. വിഭ താമസിക്കുന്ന ഇടത്തെപ്പറ്റി കുറ്റം പറഞ്ഞ് വേദ വിഭയ്ക്ക് അടുത്തെത്തിയപ്പോഴാണ് ആശ്രമത്തിൽ നിന്ന് സന്ദേശമെത്തുന്നത്.
7ാമത്തെ ഗ്രന്ഥവും നഷ്ടപ്പെട്ടു. യോദ്ധാവ് തയ്യാറാകണം. വിഭ വേദയോട് പറഞ്ഞു. വേദ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മനുഷ്യനെ ദൈവമാക്കാൻ പറ്റുന്ന 9 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയത് അശോക ചക്രവർത്തിയാണ്. ഒരു കറുത്ത ശക്തി അതിൽ 7 ഗ്രന്ഥങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. അടുത്ത ഗ്രന്ഥങ്ങൾ അവൻ സ്വന്തമാക്കുന്നതിന് മുമ്പ് അവനെ തടയണം. മിറ എന്ന ആയുധം കരസ്ഥമാക്കുന്നതിലൂടെ അതിന് പറ്റൂ. അത് ചെയ്യേണ്ടത് നീയാണ്. പക്ഷേ അതും തമാശ രീതിയിലായിരുന്നു വേദയും കൂട്ടുകാരനും കേട്ടത്. വേദ അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവളുടെ മുറിയിലുണ്ടായിരുന്ന ട്രാക്കർ ഉപയോഗിച്ച് പോലീസും അത് കേട്ടു. എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന മട്ടിലായിരുന്നു പോലീസ് ചിന്തിച്ചത്. അതിന്റെ പിന്നാലെ പോവാൻ SI തീരുമാനിച്ചു. അവർക്കെതിരെ എങ്ങനെയെങ്കിലും തെളിവുകൾ ഉണ്ടാക്കണം എന്നതായിരുന്നു SIയുടെ ലക്ഷ്യം. മറുവശത്ത് വിഭയെ വിളിച്ച് പുറത്തെത്തിയ വേദ, നീ പറയുന്നതൊന്നും എനിക്കറിയില്ല, എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പറഞ്ഞു. പക്ഷെ വിഭ അതൊന്നും സീരിയസ് ആയി ചെവികൊണ്ടില്ല. വിഭ വീണ്ടും അവനെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചു. വാരണാസിയിലെ അഘോരി മുതലുള്ള കാര്യങ്ങളെ നിനക്ക് ഓർമ്മയുണ്ടാകുള്ളൂ. പക്ഷേ നിനക്ക് ജന്മം തന്ന അമ്മയുണ്ട്. അവർ നിന്നെ അവിടെ ഉപേക്ഷിച്ചതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. വിഭ അത് പറഞ്ഞതും അമ്മയെന്ന് കേട്ടതും വേദ വല്ലാതായി. എനിക്ക് അമ്മയില്ല, ഞാൻ ദാ ഈ തെരുവിൽ കാണുന്ന പയ്യനെ പോലാണ് എന്ന് പറഞ്ഞ വേദ അവിടുന്ന് പോന്നു. 9ാമത് ഗ്രന്ഥം അമരഗ്രന്ഥം എവിടാണെന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതാകെ അറിയാവുന്നത് അമരഗ്രന്ഥം വെക്കുവാൻ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നീട് ആരും കാണാത്ത അംബികയ്ക്ക് മാത്രമാണ്. അംബികയുടെ ആശ്രമം പോലും എവിടാണെന്ന് ആർക്കും അറിയില്ല. അംബികയുടെ ആശ്രമത്തിലേക്ക് വഴി കണ്ടെത്താൻ തന്റെ ഒരാളെ അങ്ങോട്ടേക്ക് പോവാൻ ഉപയോഗിക്കുന്ന പാതയിൽ മറ്റൊരാശ്രമത്തിൽ മഹാബീർലാമ എത്തിച്ചേരുന്നു. അവിടെ 10 കൊല്ലക്കാലം പൂർത്തിയാക്കിയ ആ ലേഡിക്ക് അംബികയുടെ ആശ്രമത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടുത്തെ ഗുരു നിർദ്ദേശം കൊടുത്തു. ആശ്രമത്തിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. തൊട്ടു പിന്നാലെ ആ ലേഡി ആ ഗുരുവിനെയും കൊലപ്പെടുത്തി അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം വേദ അന്നങ്ങനെ പോന്നെങ്കിലും വേദയെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വിഭ വീണ്ടും വേദയെ കാണാനെത്തി. പക്ഷെ ഒന്നും വേദ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ അവൻ ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി വിഭ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു കാറുണ്ടായിരുന്നു. ആ കാറന്ന് അവൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ബ്രേക്ക് പോയ കാറ് കുറെ പേരുടെ ജീവനെടുത്തേനെ എന്ന് വിഭ പറഞ്ഞു. മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു പഴയ ബസ്സും അവിടെ ഉണ്ടായിരുന്നു. ആ ബസ് അവൻ മോഷ്ടിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സ്കൂൾ ബസ്സായി മാറുമായിരുന്ന ആ ബസ് നിരവധി കുട്ടികളുടെ ജീവനെടുത്തേനെ എന്ന് വിഭ ഓർമ്മപ്പെടുത്തി. പക്ഷെ അപ്പോഴും ഒന്നും തന്നെ വേദ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. വേദയുടെ കൂട്ടുകാരും ഞാൻ നല്ലവനല്ല എന്ന് പറഞ്ഞ വേദ താൻ ചെയ്യുന്നത് എന്താണെന്ന് കാണിക്കാൻ വിഭയെ വിളിച്ചുകൊണ്ടുപോയി. ഒരു കാറ് മോഷ്ടിക്കാനായിരുന്നു വേദയുടെയും കൂട്ടുകാരുടെയും ശ്രമം. ഒരു കറുത്ത ബെൻസ് കാറ് തന്ത്രപൂർവ്വം അവർ മോഷ്ടിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. നോക്ക്, ഞാൻ കാറ് മോഷ്ടിച്ചു, ഇതിലെന്ത് നല്ലതാ നടന്നത് എന്ന മട്ടിൽ വേദ സംസാരിച്ചതിന് പിന്നാലെ ആ കാറിന്റെ ഡിക്കിയിൽ തട്ടുകേട്ടു. അവരാ കാറ് നിർത്തി നോക്കിയതും ആ കാറിനകത്ത് ആ കാറിന്റെ ഉടമ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിച്ച 2 സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. ഞെട്ടലോടെയായിരുന്നു അവരത് നോക്കിക്കണ്ടത്. മനഃപൂർവ്വമല്ലെങ്കിലും വേദ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നന്മയുണ്ട് എന്ന് വിഭ പറഞ്ഞത് കുറച്ചെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത്. അന്ന് രാത്രിയിൽ ഇതാലോചിച്ചു കിടന്ന വേദ ആകാശത്ത് വില്ലേന്തിയ ഒരു രൂപം കണ്ടുവെന്ന് പറഞ്ഞു. വിഭ നോക്കുമ്പോൾ അത് ശ്രീരാമനായിരുന്നു. ഉടൻ വിഭ പറഞ്ഞു, ആർക്കും കാണാൻ സാധിക്കാത്തത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ കടമ നിറവേറ്റാൻ സമയമായെന്നാണ്. പക്ഷെ അതിന് താൻ എന്തു ചെയ്യണമെന്ന, എങ്ങോട്ട് പോകണമെന്ന എന്ന കാര്യം വേദ ചോദിച്ചു. അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ വിഭയ്ക്ക് പറ്റുമായിരുന്നില്ല. ദൈവമാണെന്ന് സ്വയം കരുതുന്ന ഒരുത്തൻ ലക്ഷക്കണക്കിന് പേരെ കൊല്ലാൻ പോകുക, അവനെ തടയാൻ നീ മിറായി സ്വന്തമാക്കണം എന്ന് വിഭ പറഞ്ഞു. അതിന് മിറായി എവിടെയാണ് എന്നായിരുന്നു വേദയുടെ ചോദ്യം. ആ വഴി നിന്റെ ഉള്ളിലുണ്ടെന്നും നിന്റെ അമ്മ അംബിക പ്രജാപതി തന്നെ നിനക്ക് ആ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നും വിഭ പറഞ്ഞു. മുദ്രയിലൂടെ അത് പുറത്തു കൊണ്ടുവരണം എന്നും വിഭ പറഞ്ഞെങ്കിലും അതൊന്നും വേദ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് എങ്ങനെ കേൾക്കാനാണ് എന്നായിരുന്നു വേദയുടെ മറുപടി. പക്ഷേ നീ അംബികയുടെ മകനാണെന്നും നിനക്കതിന് സാധിക്കും എന്നും വിഭ മറുപടി കൊടുത്തു. പിന്നാലെ വിഭ പറഞ്ഞ പോലെ മുദ്ര കാണിച്ച് അതിനൊന്ന് ശ്രമിച്ചു നോക്കാനും വേദ മനസ്സില്ലാ മനസ്സോടെ തയ്യാറായി. അവൻ ആ മുദ്ര പ്രവർത്തിച്ചതും അവന്റെ ഉള്ളിൽ ഒരു ഞെട്ടലോടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അമ്മയുടെ ശബ്ദം അവൻ കേട്ടു. ഒരിക്കലും നമ്മൾ പിരിയില്ല, നമ്മൾ കണ്ടുമുട്ടുക തന്ത്രവനത്തിലായിരിക്കും എന്ന് പറയുന്ന അമ്മയുടെ വാക്കുകളിലായിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവസാനിച്ചത്. വളരെയധികം ഷോക്കോടെയായിരുന്നു വേദ അത് കേട്ടത്. നടന്ന കാര്യങ്ങളെപ്പറ്റി വേദ ഒരുപാട് ആലോചിച്ചു. വീണ്ടും ആ മുദ്ര പ്രവർത്തിക്കാൻ അവന് തോന്നിയെങ്കിലും അവനതിനുള്ള ധൈര്യം കിട്ടിയില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നൊരു പേപ്പറിൽ എഴുതി വിവാദ ആശ്രമത്തിലേക്ക് അയച്ചു. ഇതേസമയം മറുവശത്ത് 8ാമത്തെ ഗ്രന്ഥം ശബ്ദായുധം നിർമ്മിക്കാനുള്ള ജ്ഞാനമടങ്ങിയ ആ ഗ്രന്ഥം സ്വന്തമാക്കാനായിട്ട് അതെവിടെയുണ്ടെന്ന് മനസ്സിലാക്കി മഹാബീർലാമ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു. അത്യധികം ശക്തിയുള്ള ശബ്ദഗ്രന്ഥം ഉപയോഗിച്ചുണ്ടാക്കിയ ആയുധങ്ങൾ വെച്ച് മഹാബീർലാമയെ തടയാൻ ആ ഗ്രന്ഥത്തിനെ സംരക്ഷിക്കുന്നവർ നോക്കിയെങ്കിലും അവർക്കതിന് സാധിച്ചില്ല.
തന്റെ ശക്തി കൊണ്ട് മഹാബീർ ലാമ ആ ഗ്രന്ഥവും കരസ്ഥമാക്കി. ദൈവത്തോട് വെറുപ്പുള്ള മഹാബീർ ലാമയുടെ അവസാന ലക്ഷ്യം ഇനി ഒരേ ഒരു ഗ്രന്ഥം മാത്രം, അമരഗ്രന്ഥം, അമരത്വം പകർന്നു നിൽക്കുന്ന ആ ഒരു ഗ്രന്ഥം. ഇതേ സമയം തന്നെയായിരുന്നു അംബിക ആശ്രമത്തിലേക്ക് അങ്ങോട്ടേക്കുള്ള വഴി തിരിച്ചറിഞ്ഞ് മഹാബീർ ലാമയുടെ സ്പൈ ആയിരുന്ന ആ ലേഡി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടുത്തെ സന്യാസി വര്യനോട് എവിടെയാണ് 9ാമത് ഗ്രന്ഥം എന്നവർ ചോദിച്ചു. പക്ഷേ അതറിയുന്നത് അംബികയ്ക്ക് മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കൃത്യം ആ സമയത്ത് പ്രാവിന്റെ കാലിൽ വെച്ച് വിഭ അയച്ചിരുന്ന സന്ദേശം അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ആ പ്രാവിനെ ആ ലേഡി പിടികൂടി അതിന്റെ കയ്യിൽ നിന്ന് സന്ദേശം എടുത്തു വായിച്ചു. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു. അത് കേട്ടതും സന്യാസി വര്യന് സന്തോഷമായി. ഇനി കൊല്ലപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു സന്യാസി വര്യൻ പറഞ്ഞത്. ആ ലേഡി ആ ആശ്രമത്തിന് തന്നെ തീയിട്ട് നശിപ്പിച്ചു. അവിടെയുള്ളവരെ കൊന്നു തള്ളി. പിന്നാലെ പിടികൂടിയ ആ പ്രാവിൽ ട്രാക്കർ പിടിപ്പിച്ച് ആ പ്രാവിനെ പറത്തിവിട്ടു. പ്രാവിനെ ട്രാക്ക് ചെയ്ത് ആയിടത്തെത്തി അവിടെയുള്ളവരെ പിടികൂടുകയായിരുന്നു ആ ലേഡിയുടെ ലക്ഷ്യം. അവർ വഴി അമരഗ്രന്ഥത്തിലേക്കുള്ള വഴി കണ്ടെത്തലും. അത്തരത്തിൽ തന്നെ പ്രാവിനെ ട്രാക്ക് ചെയ്ത് വിഭയുള്ളയിടത്തേക്ക് അവർ എത്തിച്ചേർന്നു. ഇതേ സമയം വേദയുടെ ഒരു കൂട്ടുകാരൻ വേദയുടെ മനംമാറ്റത്തിന് കാരണം വിഭയാണെന്ന് പറഞ്ഞ് വിഭയെ പറഞ്ഞയക്കാൻ വിഭയുടെ മുറിയിലെത്തിയിരുന്നു. രക്തം പുരണ്ട പ്രാവ് വന്ന് കണ്ട വിഭ ആശ്രമം ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയിരുന്നു. വേദയുടെ കൂട്ടുകാരനും അത് കേട്ട് ഞെട്ടി. അവൾ പറഞ്ഞ കാര്യങ്ങൾ ട്രാക്കറിലൂടെ പോലീസും കേട്ടിരുന്നു. പോലീസ് അതോടെ വിഭയെ പിടികൂടാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്കെത്തുന്നവരെ പിടികൂടാൻ വേണ്ടി സായുധ സന്നാഹത്തോടെ നിന്നു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് മഹാബീർ ലാമയുടെ കയ്യാളായ ലേഡിയും സംഘവും എത്തുന്നത്. പക്ഷേ വേദയുടെ കൂട്ടുകാരൻ വിഭയുമായി വേഗം അവിടെ നിന്ന് പുറത്തു കടന്നു. ആക്രമണം നടത്തിയ വിഭയെ പിടികൂടാൻ വന്ന ആ ലേഡിയെ പിടിക്കാൻ പോലീസുകാർ ശ്രമിച്ചെങ്കിലും അവരെയൊക്കെ കൊന്നുതള്ളി. ആ ലേഡി SIയുടെ അടുത്തെത്തി. തന്നെയും അവർ കൊല്ലുമെന്ന് ഭയന്ന SI ആയിരുന്നു വേദയ്ക്കടുത്ത് വിഭ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ ലേഡിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. മറുവശത്ത് വേദയ്ക്കടുത്തേക്ക് വിഭ എത്തിച്ചേർന്നു. നടന്ന കാര്യങ്ങൾ വിഭ വേദയോട് പറഞ്ഞു. നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വിഭ അവിടുന്ന് പോവാനിറങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസിന്റെ സഹായത്തോടെ ആ ലേഡിയും സംഘവും എത്തിച്ചേർന്നിരുന്നു. വിഭയെ പിടികൂടി കൊണ്ടുപോവാനായിരുന്നു അവരുടെ ശ്രമം. വേദയെപ്പറ്റി അവർക്കൊരറിവുമില്ല. പക്ഷെ അത് തടയാൻ വേദ മുന്നിട്ട് വന്നു. അവർ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ വേദ അടികൊണ്ട് വീണു. കൊല്ലപ്പെടുമെന്ന ഘട്ടം പോലും വന്നു. ആ സമയത്ത് വിഭ ഇടപെട്ടു. വേദയെ കൊന്നാൽ താൻ സ്വയം മരിക്കുമെന്ന് പറഞ്ഞ് കയ്യിൽ ആയുധവുമായി വിഭ നിന്നതോടെ വേദയെ വിട്ട് വിഭയെ പിടികൂടി ആ ലേഡിയും സംഘവും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പറന്നു. നിസ്സഹായനായി അത് നോക്കിക്കണ്ട വേദ വിഭ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ചിന്തിച്ച് ആ മുദ്ര വീണ്ടും പ്രവർത്തിച്ചു. അതോടെ കുറച്ചോർമ്മകൾ കൂടി അവന്റെ ഉള്ളിലേക്കെത്തി. അമ്മയും അഗസ്ത്യമുനിയും നേരിട്ട് കണ്ടപ്പോൾ നടന്ന കാര്യങ്ങൾ. വേദയ്ക്ക് വഴികാട്ടാൻ അഗസ്ത്യമുനി അന്ന് ഒരു ടാറ്റു പോലൊന്ന് അവന്റെ നെഞ്ചിൽ പതിപ്പിച്ചിരുന്നു. അത് പക്ഷേ കൃത്യസമയത്തെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. രക്തവും വെള്ളവും ചേർന്ന് ആ ടാറ്റു അവന്റെ നെഞ്ചിൽ രൂപപ്പെടും. അതവന് വഴികാട്ടും. അതായിരുന്നു അഗസ്ത്യമുനി അന്ന് അംബികയോട് പറഞ്ഞത്. അവന്റെ ശരീരത്തിലെ രക്തവും മഴവെള്ളവും ചേർന്ന് അവന്റെ ശരീരത്തിൽ ടാറ്റു പോലെ ആ മുദ്ര പ്രത്യക്ഷപ്പെട്ടു. പിന്നാലെ വേദ മയക്കത്തിൽ വീണു. മയക്കം തെളിയുമ്പോൾ അവൻ ആശുപത്രിയിലായിരുന്നു. അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവന്റെ കൂട്ടുകാരൻ മാപ്പ് നോക്കി ആ ടാറ്റു പോലുള്ള ഇടം കണ്ടെത്തി. അതിലെ സൂചനകൾ വെച്ച് അവന് പോവേണ്ടത് മിറായി ഉള്ള ഇടം ഹിമാലയത്തിലാണ് എന്നും അവൻ തിരിച്ചറിഞ്ഞു. വിഭയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് പോവാൻ അവൻ തയ്യാറായിരുന്നു. കൂട്ടുകാർ നിരുത്സാഹപ്പെടുത്തി എങ്കിലും അങ്ങോട്ടേക്ക് പോവാൻ തന്നെ വേദ തീരുമാനിച്ചു. ഒരു കൂട്ടുകാരന്റെ ഒപ്പം അവൻ തന്റെ യാത്ര പുറപ്പെട്ടു. ഒരുപാട് യാത്ര ചെയ്ത് ആ മലനിരകളിലേക്ക് അവർ എത്തിച്ചേർന്നു. കൂട്ടുകാരന് കുറച്ച് മലനിരകൾ കയറിയതും അവശത വന്നിരുന്നു. അവനെ അവിടെ നിർത്തി മുന്നോട്ട് പോവാൻ വേദ തീരുമാനിച്ചു. മുന്നോട്ടുള്ള യാത്രയിൽ പൂജ ചെയ്യുന്ന ഒരു ഗ്രാമീണനെ വേദ കണ്ടു. അയാൾ പറഞ്ഞു, മുമ്പോട്ട് പോവരുത്. അങ്ങോട്ടേക്ക് പോയിട്ടുള്ളവരാരും ഇതുവരെ ജീവനോട് തിരികെ വന്നിട്ടില്ല. ഗരുഡ ഭഗവാന്റെ വാസസ്ഥലമാണത്. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അനുഗ്രഹമില്ലാതെ പോയവരാരും പുറത്തേക്ക് വന്നിട്ടേയില്ല. അത് കേട്ടതും അവർ പൂജ ചെയ്യുന്ന ഗരുഡ ഭഗവാന്റെ പ്രതിഷ്ഠ വേദ നോക്കിക്കണ്ടു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ കാതിൽ മുഴങ്ങി. ശ്രീരാമന്റെ കാലത്ത് ജടായു, സമ്പാദി എന്നുപേരുള്ള 2 കഴുകന്മാർ ജീവിച്ചിരുന്നു. അതിൽ ജടായു ശ്രീരാമനെ സഹായിക്കുന്നതിനിടയിൽ മരണമടഞ്ഞു. സമ്പാദിയപ്പോൾ രാമനെ സഹായിച്ച് തന്റെ നഷ്ടപ്പെട്ട ചിറകുകൾ വീണ്ടെടുത്തു. ആ സമ്പാദിയുടെ പിൻഗാമികളാണ് മിറായിക്ക് കാവൽ നിൽക്കുന്നത്. ധൈര്യത്തോടെ വേദ മുമ്പോട്ടേക്ക് തന്നെ
പോയി ഒരുപാട് കഷ്ടതകൾ താണ്ടി ഒരു ഗുഹയിലേക്ക് അവൻ പ്രവേശിച്ചു. മഞ്ഞു നിറഞ്ഞ ഒരു ഗുഹ, അതിനുള്ളിലതാ മിറായ് എന്ന ആയുധം. പക്ഷേ മുമ്പോട്ടവൻ നീങ്ങിയതും ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗരുഡ ഭഗവാന്റെ പിൻഗാമിയായ ഒരു രൂപം എഴുന്നേറ്റു വന്നു. പൂർണ്ണ ജീവനുള്ള ഭീമാകാരനായ ഒരു കഴുകൻ. അതിനെ കണ്ട് വേദ ഭയപ്പെട്ടു. അക്രമിയാണെന്ന് ചിന്തിച്ച് ആ കഴുകൻ വേദയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവിടെ ഒരു പ്രദേശമുണ്ടായിരുന്നു, ഐസിനാൽ മൂടപ്പെട്ട താഴെ ജലാശയമുള്ള പ്രദേശം. തന്ത്രപൂർവം അങ്ങോട്ടേക്ക് കഴുകനെ എത്തിച്ച വേദ അത് കുത്തിത്തകർത്ത് കഴുകനെയും തന്നെയും ആ ജലാശയത്തിലേക്ക് വീഴ്ത്തി. പിന്നാലെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. സമ്പാദിയെപ്പോലുള്ള ദിവ്യദൃഷ്ടികളെ നമ്മുടെ കഴിവുകൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കില്ല. അത് നിന്നെ സഹായിക്കണമെങ്കിൽ നീ തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തണം. അതിന്റെ ഹൃദയത്തെ തൊടണം. നിന്റെ ലക്ഷ്യം അതിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്വയം നിന്നെ സഹായിക്കും. സമ്പാദിയുടെ വർഗത്തിൽപ്പെട്ട ആ കഴുകനെ ശ്രദ്ധ തെറ്റിച്ച് അതിന്റെ മസ്തിഷ്കത്തിൽ തൊടുവാൻ വേദയ്ക്ക് കഴിഞ്ഞു. കാര്യങ്ങൾ അതിന് ബോധ്യപ്പെട്ടിരിക്കണം. അത് വേദയെ സഹായിച്ചു. അതിന്റെ പുറത്ത് കയറ്റി പുറത്തെത്തിച്ചു. വേദ പിന്നാലെ മിറായ് എന്ന ആ ആയുധം കരസ്ഥമാക്കി. അവിടെ നിന്നും തിരികെ വന്ന വേദയെ അതിശയത്തോടെയായിരുന്നു ആ ഗ്രാമീണർ നോക്കിക്കണ്ടത്. അവർ വേദയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി വണങ്ങി. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.